Hello my dear students, welcome to Learner's World. In this video, I talk about the feminist novelists from a literature of their own, written by Ellen Showalter, Part 9. Grant's most successful novel was The Heavenly Twins. It published in 1893, which sold 20,000 copies the first week. അപ്പോൾ നമ്മളുടെ സാറ ഗ്രാൻറ്റിൻ്റെ ഏറ്റവും നല്ല നോവൽ 1893 പ്രസിദ്ധീകരിച്ച ദ ഹെവൻലി ട്വിൻസ് ആയിരുന്നു. ആദ്യത്തെ ആഴ്ചയിൽ തന്നെ 20,000 കോപ്പികൾ വിറ്റ് പോയിട്ടുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഇറ്റ് ഈസ് എ സ്ട്രോങ്ലി ഫെമിനിസ്റ്റ് നോവൽ ദാറ്റ് ഡീൽസ് വിത്ത് സെക്സ് റോൾ കണ്ടീഷനിങ്, വെനേറിയൽ ഡിസീസ് ആൻഡ് വിമൻസ് റൈറ്റ് ടു ഇൻഡിപെൻഡൻസ്. അപ്പോൾ വളരെ ശക്തിയുള്ള ഒരു ഫെമിനിസ്റ്റ് നോവലാണ് സാറ ഗ്രാൻറ്റിൻ്റെ ദ ഹെവൻലി ട്വിൻസ് എന്ന് പറഞ്ഞിട്ടുള്ള നോവല്. അതായത് സെക്സ് റോൾ കണ്ടീഷനിങ്, സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് അതിലെ തീമായിട്ട് വരുന്നത് എന്നാണ് പറയുന്നത്. ദ ട്വിൻസ് ആർ ഇറപ്രസിബിൾ ചിൽഡ്രൻ കോൾഡ് ഏഞ്ചലിക്ക ആൻഡ് ഡൈവോളോ. അപ്പോൾ ഈ ഒരു സ്റ്റോറിയിൽ ട്വിൻസ് ആയിട്ടുള്ള രണ്ട് പേരുണ്ട്, ഏഞ്ചലിക്ക ആൻഡ് ഡിവോള എന്ന് പറഞ്ഞിട്ടുള്ള രണ്ട് കുട്ടികൾ. ഇവർ രണ്ട് പേരും ട്വിൻസാണ്. ദേ ആർ ഐഡൻറ്റിക്കൽ ഇൻ ഇൻ്റലക്ട്, വിൽ ആൻഡ് ഡെയറിങ്. അപ്പോൾ അവർ രണ്ടുപേരും ബുദ്ധിയിലും മനസ്സിലും ധൈര്യത്തിലൊക്കെ അവർ ഒരേപോലെയാണെന്നാണ് പറയുന്നത്. ഗ്രാൻഡ് വാണ്ടഡ് ടു ഷോ ത്രൂ ദെം ദ ഫോൾസ് ഡിവിഷൻ ഓഫ് സെക്സ് റോൾസ് ഇൻ ടു ഏഞ്ചലിക് ഫീമെയിൽ ആൻഡ് ഡെവിലിഷ് മെയിൽ. അപ്പോൾ ഈ ഒരു ഇരട്ടകളിൽ കൂടി നമ്മളെ സാറ ഗ്രാൻറ്റ് പറയാൻ ശ്രമിച്ചത് എങ്ങനെയാണ് സമൂഹം സ്ത്രീകളെ മാലാഖമാരായും അതുപോലെ പുരുഷന്മാരെ പിശാചുക്കളായും വേർതിരിക്കുന്നത് എന്നാണ്. The novel takes them from the age of 5 through adolescence and carefully describes the gradual divergence of their lives. അപ്പോൾ ഈ കുട്ടികളുടെ 5 വയസ്സ് മുതലുള്ള ചരിത്രം തുടങ്ങി അവരുടെ യൗവനവും ക്രമേണ അവർ എങ്ങനെ വേർപിരിയുന്നു എന്നും നമ്മളുടെ ഈ ഒരു നോവലിൽ പറയുന്നുണ്ട് എന്നാണ് പറയുന്നത്. ബോത്ത് ഓഫ് ദെം ആർ androgynous, having male and female characteristics, but age brings socially conditioned differences. അപ്പോൾ രണ്ടു പേർക്കും സ്ത്രീയുടെയും പുരുഷന്മാരുടെയും ഗുണങ്ങളുണ്ട് എന്നാണ് പറയുന്നത്. പക്ഷെ പ്രായം അവരിൽ വേർതിരിവുകൾ ഉണ്ടാക്കുന്നു എന്ന് പറയുന്നുണ്ട്. ഏഞ്ചലിക്ക is the elder, taller, stronger and wickeder of the two. അപ്പോൾ ഏഞ്ചലിക്ക ആണ് ആദ്യത്തേത്. പൊക്കത്തിലും ശക്തിയിലും കുസൃതികളിലൊക്കെ അവളാണ് കേമി എന്നാണ് പറയുന്നത്. ഷീ ഈസ് ദ ഓർഗനൈസർ ആൻഡ് കമാൻഡർ ഓഫ് എവരി എക്സ്പെഡിഷൻ. അപ്പോൾ എല്ലാ സാഹസിക പരിപാടികളും അവളാണ് തീരുമാനിക്കുന്നതും നയിക്കുന്നതും. But Divolo gets opportunities for education and self-development and he goes to Sandhurst Royal Military Academy, leaving his sister behind. പക്ഷേ ഡൈവോൾക്ക് പഠിക്കാനും അതുപോലെ പുരോഗമിക്കാനുള്ള അവസരം കിട്ടുന്നുണ്ട് എന്നാണ് പറയുന്നത്. അവൾ തൻ്റെ സഹോദരിയെ ഒറ്റക്കാക്കിക്കൊണ്ട് അവൾ സാൻഡ്ഹേഴ്സ്റ്റ് റോയൽ മിലിറ്ററി അക്കാദമിയിലേക്ക് പോകുന്നുണ്ട്. After a bizarre interlude in which she goes about disguised as her brother, Angelica subsides into early domesticity. അപ്പോൾ ഏഞ്ചലിക്ക ഒരു ആൺവേഷം കെട്ടി തൻ്റെ സഹോദരൻ എന്നുള്ള രൂപത്തിൽ പല കുസൃതികളും കാട്ടിക്കൂട്ടുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഷീ ഗെറ്റ്സ് എ ഫാദർലി ഇൻ്റലിജൻറ്റ് ഹസ്ബൻഡ് ആൻഡ് ഷി ഹാസ് സം ഹോപ്പ് ഓഫ് ഡൂയിങ് ഗുഡ് ഇൻ ദ വേൾഡ് സം ഹൗ സം ഡേ. അപ്പം അവൾ വേഗം തന്നെ ഒരു കുടുംബിനിയായി മാറുന്നുണ്ട്. ഭാഗ്യവശാൽ അവളുടെ ഭർത്താവ് അവളുടെ പിതാവിനെ പോലെ ധാരാളം സ്വാതന്ത്ര്യം അനുവദിച്ചു കൊടുക്കുന്ന ഒരു പുരുഷനായിരുന്നു എന്നാണ് പറയുന്നത്. അതുപോലെ എങ്ങനെയെങ്കിലും എപ്പോഴെങ്കിലും ലോകത്തിന് വേണ്ടി ചില നല്ല കാര്യങ്ങൾ ചെയ്യാം എന്ന് അവൾ പ്രത്യാശിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. The second half of the novel follows the tortures of two young brides in the same town. അപ്പോൾ ഈ നോവലിൻ്റെ രണ്ടാം പകുതിയൊക്കെ ആകുമ്പോൾ
അതായത് പുതിയ വിവാഹിതരായ 2 സ്ത്രീകളെ ഒരു പട്ടണത്തിൽ ക്രൂരമായ മർദ്ദനങ്ങൾക്ക് വിധേയമാക്കുന്നത് നമുക്ക് കാണാൻ കഴിയും എന്നാണ് പറയുന്നത്. എഡിത്ത് ആൻഡ് എവഡൈൻ റെപ്രസെൻറ്റ് ദ ഓൾഡ് ആൻഡ് ന്യൂ വുമൺ. അപ്പോൾ ഈ 2 ബ്രൈഡ്സ്, എഡിത്ത് പഴയ തലമുറയിലെ ഒരു സ്ത്രീയായിട്ടും എവഡൈൻ ഒരു പുതിയ സ്ത്രീയായിട്ടുമാണ് ഈ ഒരു സ്റ്റോറിയിൽ സങ്കല്പിക്കുന്നത് എന്നാണ് പറയുന്നത്. എഡിത്ത് ഈസ് സ്റ്റീപ്ഡ് ഇൻ റിലീജിയൻ ആൻഡ് ദ ഫെമിനിൻ മിസ്റ്റിക്. അപ്പോൾ എഡിത്ത് മതത്തിലും അതുപോലെ സ്ത്രീയുടെ രഹസ്യാത്മകതയിലും മുഴുകിയിരിക്കുന്നവളാണ് നമ്മുടെ എഡിത്ത്. എവഡൈൻ ഹാസ് എഡ്യൂക്കേറ്റഡ് ഹെർസെൽഫ് ഇൻ സയൻസ്, മെഡിസിൻ ആൻഡ് ദ വർക്ക്സ് ഓഫ് ജോൺ സ്റ്റുവർട്ട് മിൽ. പക്ഷേ എവാർഡിന് ആണെങ്കിൽ സയൻസ്, മെഡിസിൻ, ജോൺ സ്റ്റുവർട്ട് മില്ലിൻ്റെ കൃതികൾ എന്നിവയിലൊക്കെ കുറച്ച് പാണ്ഡിത്യമൊക്കെ നേടിയിട്ടുള്ളവളാണെന്നാണ് പറയുന്നത്. It is said is fate to be quoted by an officer from HMS Abomination. അപ്പോൾ നമ്മളെ HMS Abomination എന്ന കപ്പലിൽ ഒരു ഓഫീസർ എഡിത്തുമായിട്ട് സ്നേഹത്തിലാകുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഈസ് ദ ഡിബോഷ് ആൻഡ് സിഫിലിറ്റിക് സർ മോസ്ലി മെൻഡേത്ത്. അപ്പോൾ അയാളുടെ പേര് സർ മോസ്ലി മെൻഡേത്ത് ആണ്. അയാളൊരു ദുർമാർഗിയും സിഫിലിസൊക്കെ ഉള്ള ഒരു ആളായിരുന്നു എന്നാണ് പറയുന്നത്. എഡിത്ത് ഈസ് ടു നെയ്വ് ആൻഡ് സ്പിരിച്വൽ ടു അണ്ടർസ്റ്റാൻഡ് ദ സയൻസ് ഓഫ് വെനേറിയൽ ഡിസീസ്. അപ്പോൾ നമ്മുടെ എഡിത്തൊരു പാവം പെൺകുട്ടിയായിരുന്നത് കൊണ്ട് സിഫിലിസിൻ്റെ ലക്ഷണങ്ങളൊന്നും അവൾക്ക് അറിയില്ലായിരുന്നു എന്നാണ് പറയുന്നത്. അഗെയിൻസ്റ്റ് ദ അഡ്വൈസ് ഓഫ് എവഡൈൻ, എഡിത്ത് മാരീസ് മെൻഡേത്ത്. അപ്പോൾ നമ്മളുടെ എവഡൈനയുടെ ഉപദേശത്തിന് വിരുദ്ധമായിട്ട് എഡിത്ത് അയാൾ വിവാഹം കഴിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഷി ഗെറ്റ്സ് എ സിക്ക് ചൈൽഡ് ആൻഡ് ഹെർ മെൻ്റൽ കണ്ടീഷൻ ഡിറ്റോറിയേറ്റ്സ് ആൻഡ് ഷി ഡൈസ് ഇൻ അഗണി. അപ്പോൾ അയാളെ വിവാഹം കഴിക്കുന്നുണ്ട്. അയാളിൽ നിന്ന് അവൾക്ക് അസുഖം ബാധിച്ചൊരു കുട്ടി ജനിക്കുന്നുണ്ട്. അവളുടെ മനസ്സിനെ അസുഖം ബാധിക്കുകയും വേദനയോടെ അവൾ മരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. Then Evelyn marries Major George Colquhoun, but as she discovers that his Chas Chan had a mistress, she refuses to consummate her marriage. അപ്പോൾ എവഡൈൻ ഒരു മേജർ ജോർജ് കോൾകുഹോണിനെ വിവാഹം കഴിക്കുന്നുണ്ട്. അവൾക്ക് ബോധമുള്ളത് കൊണ്ട് അയാൾ ഒരു നല്ല മനുഷ്യനല്ലെന്നും അയാൾക്ക് വേറൊരു സ്ത്രീയുമായിട്ട് ബന്ധമുണ്ടെന്നൊക്കെ മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് അവൾ വിവാഹം പൂർത്തീകരിക്കാനേ അവൾ തയ്യാറാവുന്നില്ല എന്നാണ് പറയുന്നത്. എവഡൈൻ ടെൽസ് ഹർ ഹസ്ബൻഡ് ദാറ്റ് ഹർ വിഷണൽ സ്റ്റാൻഡേർഡ്സ് ആർ ടു ഹൈ ടു അലോ ഹർ ടു ആക്സെപ്റ്റ് ഹിം. അപ്പോൾ എവഡൈൻ അയാളോട് പറയുന്നുണ്ട് ചാരിത്രപരമായി അവളുടെ മാനദണ്ഡങ്ങൾ വളരെ ഉയർന്നതാണെന്നും അതുകൊണ്ട് അയാളെ ഭർത്താവായി അംഗീകരിക്കാൻ അവൾ തയ്യാറല്ല എന്നും അവളുടെ ഹസ്ബൻഡിനോട് പറയുന്നുണ്ട്. However, she agrees to live with him platonically to avoid a scandal. അവൾക്ക് നാണക്കേടിൽ നിന്ന് രക്ഷപ്പെടാനായി അവൾ അയാളുടെ കൂടെ താമസിക്കാൻ തയ്യാറാണ്, ഭാര്യയും ഭർത്താവുമായിട്ടല്ല എന്നുള്ള കാര്യങ്ങൾ അവൾ പറയുന്നുണ്ട്. ഈ ക്വിക്ലി ഫൈൻഡ് അതർ ഔട്ട്ലെറ്റ്സ് വൈൽ ഷീ സിക്കൻസ് ഫ്രം സെക്ഷൽ ഫ്രസ്ട്രേഷൻ ആൻഡ് ബ്ലോക്ക്ഡ് മാറ്റേണൽ ഡ്രൈവ്സ്. അപ്പോൾ അവളുടെ ലൈംഗിക വേഴ്ചയ്ക്ക് അയാൾ പുതിയ ഇരകളെ തേടുന്നുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. However, she is saved by the death of her husband and she uses the freedom to marry again. അപ്പോൾ അവളുടെ ഭർത്താവ് മരിച്ചു പോവുകയും അങ്ങനെ അവൾക്ക് വേറൊരു വിവാഹം കഴിക്കാൻ സ്വാതന്ത്ര്യം കിട്ടുകയൊക്കെ ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഇൻ എ ലേറ്റർ നോവൽ ദ ബേത്ത് ബുക്ക് ഇറ്റ് പബ്ലിഷ്ഡ് ഇൻ 1898 drew her own life to describe the creative psychology of the women artist. അപ്പോൾ നമ്മളെ സാറ ഗ്രാൻഡ് 1898 പുതിയ ഒരു നോവലാണ്, സാറ ഗ്രാൻഡിൻ്റെ പുതിയൊരു നോവലാണ് ദ ബേത്ത് ബുക്ക് എന്ന് പറയുന്നത്. ഇതിൽ സാറ ഗ്രാൻഡ് ഒരു സ്ത്രീ എഴുത്തുകാരിയുടെ സർഗ മനഃശാസ്ത്രം എടുത്തു കാട്ടാനായിട്ട് തൻ്റെ തന്നെ ജീവിതം ഉപയോഗപ്പെടുത്തുന്നുണ്ട് എന്നാണ് പറയുന്നത്. ദ ഏർലി ചാപ്റ്റേഴ്സ് ഡിസ്ക്രൈബ് ബേർത്ത്സ് ചൈൽഡ്ഹുഡ് ഇൻ അയർലൻഡ്. അപ്പോൾ ഇതിൻ്റെ ആദ്യ ചാപ്റ്ററിൽ അയർലൻഡിലെ ബെയ്ത്തിൻ്റെ ബാല്യകാലത്തെ പറ്റിയാണ് പറയുന്നത്. ഇറ്റ് ഈസ് സാച്ചുറേറ്റഡ് വിത്ത് സെക്ഷുവാലിറ്റി ആൻഡ് വയലൻസ്. അതിൽ നിറയെ ലൈംഗികതയും അക്രമ സംഭവങ്ങളൊക്കെയാണ് അതിലുള്ളത്. ഹർ ഫാദർ ഈസ് ആൻ ആൽക്കഹോളിക് നേവി ക്യാപ്റ്റൻ. അവളുടെ ഫാദർ ഒരു കുടിയനായിട്ടുള്ള ഒരു നേവി ക്യാപ്റ്റൻ ആയിരുന്നു.
ഹീ ഈസ് ഓൾട്ടർനേറ്റീവ്ലി അഫെക്ഷനേറ്റ് ആൻഡ് അബ്യൂസീവ്. ചിലപ്പോൾ അയാൾ നല്ല സ്നേഹ ഉള്ള ആളും ചിലപ്പോൾ അതിക്രൂരനുമായിരുന്നു എന്നാണ് പറയുന്നത്. മദർ ഈസ് ഓൾവേസ് ഡിപ്രസ്ഡ് ബിക്കോസ് ഓഫ് ഹിസ് ഇൻഫെഡിലിറ്റീസ്. അപ്പോൾ അയാളുടെ ഇങ്ങനെയുള്ള ഒക്കെ അവസ്ഥ മൂലം അവളുടെ അമ്മ എപ്പോഴും വിഷമത്തിലായിരുന്നു. The Irish nurses come from squalid communities full of incest and illegitimacy. അപ്പോൾ അതിൽ വിവരിച്ചിരിക്കുന്ന ഐറിഷ് നഴ്സുമാർ വരുന്നത് വൃത്തിഹീനമായ സമൂഹങ്ങളിൽ നിന്നുമായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ബേത്ത്സ് ചൈൽഡ്ഹുഡ് മെമ്മറീസ് ആർ അസോസിയേറ്റഡ് വിത്ത് ഡെത്ത് ആൻഡ് ഡെക്കെ, പോയ്സൺ മെഗോട്ടി ചീസ്, ഹാങ്ഡ് മെൻ, ഡ്രോൺ മെൻ ആൻഡ് എക്സ്ഹ്യൂംഡ് കോപ്സ്. അപ്പോൾ ബേത്തിൻ്റെ ബാല്യകാല സ്മരണകളിൽ നിറഞ്ഞു നിൽക്കുന്നത് മരണങ്ങളും നാശങ്ങളുമാണെന്ന് പറയുന്നുണ്ട്. വിഷം ചേർത്ത ഇറച്ചി, പുഴു അരിക്കുന്ന ചീസ്, തൂക്കിലേറ്റിയ മനുഷ്യനെ, വെള്ളത്തിൽ പോയി മരിച്ചവരെ, കുഴിയിൽ നിന്ന് പുറത്തെടുത്ത ശവശരീരങ്ങൾ, ഈ കാര്യങ്ങളൊക്കെ ആയിരുന്നു ബേത്തിൻ്റെ ചൈൽഡ്ഹുഡ് മെമ്മറീസിൽ കൂടുതലായിട്ടുണ്ടായിരുന്നത് എന്നാണ് പറയുന്നത്. ദ സെക്ഷുവൽ ആംബിഗ്വിറ്റി ആൻഡ് ഫിസിക്കൽ കറപ്ഷൻ ഓഫ് ദ വേൾഡ് ബേത്ത് സീസ് ആസ് എ ചൈൽഡ് ബോത്ത് ഫാസിനേറ്റ്സ് ആൻഡ് റിപ്പൽസ് ഹർ. അപ്പോൾ ബേത്ത് തൻ്റെ ബാല്യകാലത്തിൽ കണ്ട ലൈംഗിക അരാജകത്വവും ശാരീരിക ദുരുപയോഗങ്ങളും അവളെ ആകർഷിക്കുകയും അതേസമയം ഭയപ്പെടുത്തുകയും ഒക്കെ ചെയ്തിരുന്നു എന്നാണ് പറയുന്നത്. As an adult, Beth marries a doctor who treats prostitute in a local hospital. അപ്പോൾ അവൾ പ്രായപൂർത്തിയായ സമയത്ത് അവൾ ഒരു ഡോക്ടർ കല്യാണം കഴിക്കുന്നുണ്ട്. അയാൾ വേശ്യകളെ താമസിപ്പിച്ച് ചികിത്സിപ്പിക്കുന്ന ഒരു ലോക്ക് ഹോസ്പിറ്റലായിരുന്നു അയാൾ ജോലി ചെയ്തിരുന്നത് എന്നാണ് പറയുന്നത്. He practices vivisection, spends her money and brings his mistress to live in the house. അപ്പോൾ അയാൾ ശരീരമൊക്കെ കീറിമുറിച്ച് പരിശോധിക്കുകയും അവളുടെ പണം ചിലവാക്കുകയും ഒക്കെ ചില സമയത്ത് അയാളുടെ ഗേൾ ഫ്രണ്ടിൻ്റെ വീട്ടിൽ കൊണ്ടുവരികയൊക്കെ ചെയ്യുമായിരുന്നു എന്നാണ് പറയുന്നത്. ഷീ ഈസ് നൗ റിപ്പീറ്റിംഗ് ദ നൈറ്റ് മെയർ വേർഡ് ഓഫ് ഹെർ ചൈൽഡ്ഹുഡ്. അപ്പോൾ അവൾക്ക് ബാല്യകാലത്തിൽ ഉണ്ടായിരുന്ന അതേ പേടി സ്വപ്നങ്ങൾ അവളുടെ ജീവിതത്തിൽ വിവാഹത്തിന് ശേഷവും ആവർത്തിക്കപ്പെടുകയായിരുന്നു എന്ന് പറയുന്നുണ്ട്. ബേത്ത് frees herself from marriage. Her liberation is accomplished by feminist fantasy. She wants a private space. അപ്പോൾ അവൾ ആ വിവാഹത്തിൽ നിന്ന് വിമുക്തി നേടുന്നുണ്ട്. സ്ത്രീ ഭാവനയാണ് അവൾ അങ്ങനെയുള്ള ഒരു വിമുക്തിക്കായിട്ട് പ്രേരിപ്പിക്കുന്നത്. അവൾക്ക് അവളുടേതായിട്ടുള്ള ഒരു സ്ഥലം വേണം എന്നുള്ള ചിന്താഗതിയൊക്കെ അവൾക്ക് വന്ന് തുടങ്ങി. ഷീ ഡിസ്കവേഴ്സ് എ സീക്രട്ട് റൂം ഇൻ ഹെർ ഹൗസ്. ദ റൂം ഈസ് സോ സ്മോൾ ദാറ്റ് ഷീ ഹാസ് ടു ക്രോൾ ഇൻ ടു ഓൺ ഹെർ ഹാൻഡ്സ് ആൻഡ് നീസ്. അപ്പോൾ അവൾ അവളുടെ വീട്ടിൽ തന്നെ ഒരു രഹസ്യമുറി കണ്ടുപിടിക്കുന്നുണ്ട്. ആ മുറിയുടെ വാതിൽ ചെറുതായതുകൊണ്ട് കൈക്കാലുകളിൽ ഇഴഞ്ഞ് മാത്രമേ അവൾക്ക് അതിൽ പ്രവേശിക്കാൻ പറ്റുമായിരുന്നുള്ളൂ എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇൻ ദിസ് സീക്രട്ട് പ്ലേസ് ബേത്ത് ലേൺസ് ടു ഡിസിപ്ലിൻ ഹെർസെൽഫ് ആസ് എ റൈറ്റർ. അപ്പോൾ ഈ ഒരു രഹസ്യമുറിയിൽ അവളെ തന്നെ ഒരു എഴുത്തുകാരി എന്ന നിലയിൽ അവൾ പരിശീലിപ്പിക്കുന്നുണ്ട്. ഷീ സീസ് ടു റൈസ് ആൻഡ് വെറി അബൌട്ട് ഹെർ ഡൊമസ്റ്റിക് ഡിഫിക്കൽട്ടീസ്. അപ്പോൾ കുടുംബകാര്യങ്ങളൊക്കെ ഓർത്ത് അവളിപ്പോൾ വിഷമിക്കുന്നില്ല എന്നാണ് പറയുന്നത്. ഷീ സ്റ്റോപ്ഡ് എക്സ്പെക്റ്റിംഗ് ഹെർ ഹസ്ബൻഡ് ടു ആഡ് ടു ഹെർ ഹാപ്പിനെസ് ഇൻ എനി വേ. അപ്പോൾ അവളുടെ ഭർത്താവ് എന്തെങ്കിലും വിധത്തിൽ അവൾ സന്തോഷം വർദ്ധിപ്പിക്കുമെന്നും അവൾ കരുതുന്നില്ല. ഷീ ലേൺ ബൈ ഡിഗ്രീസ് ടു പോസസ് ഹെർ സോൾ ഇൻ ഡിഗ്നിഫൈഡ് സൈലൻസ്. പതുക്കെ എന്ത് ചെയ്യുന്നുണ്ട്, അവളുടെ ആത്മാവിനെ നിയന്ത്രിക്കാൻ നിശബ്ദതയിൽ അവളെ തന്നെ പ്രാപ്തയാക്കി എന്നാണ് പറയുന്നത്. I conclude here. Thank you for watching our video. If you are interested, please subscribe, comment, share, like.